പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ 6666 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആനിക ദർശനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ജാതി മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ മൂല്യങ്ങളെ പിൻപറ്റി ജീവിക്കാൻ പഠിപ്പിക്കുകയും മാനവികതയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളതും നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയുന്നു. അതിനെതിരായി ഒരുപാട് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. ഒരു സമൂഹത്തെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഗാസ കുന്നിൻ്റെ അല്ലെങ്കിൽ ഗാസ മലനിരകളിൽ ശൈശവ ദശയിലുള്ള കുഞ്ഞുങ്ങളടക്കം, ചോര കുഞ്ഞുങ്ങളടക്കം, ഗർഭിണിയായ സ്ത്രീകളടക്കം ഏതാണ്ട് 66,000-ത്തിലധികം പേരെ ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആ ഭരണകൂടം കൊന്നുതള്ളിയത്. അതും ഈ വിശ്വാസ പ്രമാണത്തെ വികലമായി വക്രീകരിച്ചുകൊണ്ടും ചിത്രീകരിച്ചുകൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിലോമകരമായിട്ടുള്ള പ്രത്യാക്രമണമാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അപലപിക്കുന്നു. ആ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ ഇന്നലകളിൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പോലും പാലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും 6 പ്രാവശ്യം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വന്നപ്പോൾ 6 പ്രാവശ്യവും ആ പ്രമേയത്തെ ഈ വീറ്റോ അധികാരമുള്ള അമേരിക്ക വീറ്റോ വോട്ട് ഉപയോഗിച്ചിട്ടാണ് ആ പ്രമേയത്തെ തള്ളിക്കളഞ്ഞത്, വെടിനിർത്തൽ പ്രമേയത്തെ തള്ളിക്കളഞ്ഞത്. ഇതാണ് ലോകത്ത് നടക്കുന്ന നീതി.